അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ നമുക്ക് സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് കൊറിയർ വന്നതാണ്. നമുക്ക് അവരത് എങ്ങനെയാണ് അയച്ചിരിക്കുന്നതെന്ന് നോക്കാം. പ്ലാന്റൊക്കെ സേഫായിട്ടാണോ അയച്ചതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാക്കിങ്ങൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എത്ര കമ്പുണ്ട് ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര പാക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ സാധാരണ വള്ളിച്ചീരയുടെ കട്ടിങ്സ് ആണ്. ഒരു വള്ളിച്ചീരയുടെ കട്ടിങ്സ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ വാടിയിട്ടൊന്നുമില്ല. ഇന്നലെ വെട്ടി ഇന്ന് തന്നെ അയച്ചു. അതാണ് കാരണം. രണ്ടുപേരും, അവരുടെ വീടും എറണാകുളമാണ്, എൻ്റെ വീടും എറണാകുളം ആയത് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് അയച്ചിട്ടുണ്ട്. ഇതിപ്പം അവർ പറഞ്ഞത് ഒരു തണ്ടിന് അവർ 75 രൂപ വാങ്ങിക്കുന്നു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞ് 100 രൂപയ്ക്ക് എടുത്തോ, 2-3 തണ്ട് വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഇതിപ്പം നീളത്തിലുള്ള 2-3 തണ്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് തന്നെ ഒത്തിരിയും ചെടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മൂത്ത കമ്പുകളൊക്കെയാണ്, പ്രശ്നമില്ല. നല്ല കമ്പുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വള്ളിച്ചീര, മലബാർ സ്പിനാച്ച്, ബസളച്ചീര, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ചീര, ഇതിൻ്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഗ്രീൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. റെഡ് കളറിനെ അപേക്ഷിച്ച് ഗ്രീൻ കളറിലെ ബസളച്ചീരയ്ക്ക് കുറച്ച് കൊഴുപ്പ് കുറവുണ്ട് എന്ന് പറഞ്ഞു. മറ്റേതിന് കുറച്ചും കൂടി ഒരു വെണ്ടയ്ക്കൊക്കെ ഉള്ള പോലത്തെ ഒരു കൊഴുപ്പുണ്ടാവും. അപ്പം അത് ഈ പച്ചച്ചീരയ്ക്ക് കുറവാണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് വാങ്ങി നോക്കാമെന്ന്. അങ്ങനെ ചുവപ്പ് ചീര ഉണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഇനി ഇത് എങ്ങനെയാണ് ഇത് നട്ട് പരിപാലിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഇനി പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കുക. ഇത് നടന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.